എന്തുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിനു ചുറ്റും പ്രദക്ഷിണം നടത്തുന്നത്? ഇന്ത്യൻ ക്ഷേത്രങ്ങളുടെ പുണ്യഹൃദയത്തിൽ ഭക്തർ ദേവതയ്ക്ക് ചുറ്റും ഘടികാരദിശയിൽ വൃത്താകൃതിയിൽ നടക്കുന്നത് പലപ്പോഴും കാണാം. പുരാതന പാരമ്പര്യമനുസരിച്ച് പ്രദക്ഷിണം എന്നത് ഒരു ശാരീരിക പ്രവൃത്തിയേക്കാൾ അത് ഒരു ആത്മീയ യാത്രയാണ്. പ്രദക്ഷിണം എന്ന സംസ്കൃത പദം പ്ര എന്നാൽ മുന്നോട്ട്, ദ എന്നാൽ നൽകാൻ, ക്ഷി എന്നാൽ നശിപ്പിക്കാൻ, ന എന്നാൽ രക്ഷ നേടാൻ എന്നിവയിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഇത് മുന്നോട്ട് നീങ്ങുന്നതിനെയും സ്വയം സമർപ്പിക്കുന്നതിനെയും അജ്ഞത ഉപേക്ഷിക്കുന്നതിനെയും മോക്ഷം നേടുന്നതിനെയും പ്രതീകപ്പെടുത്തുന്നു. ഹിന്ദു വിശ്വാസത്തിൽ വലതുവശം ശുഭകരമായി കണക്കാക്കപ്പെടുന്നതിനാൽ ഘടികാരദിശയിൽ നടക്കുന്നു. ദേവതയ്ക്ക് ചുറ്റും സഞ്ചരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഭഗവാനെ നമ്മുടെ വലതുവശത്ത് നിർത്തുന്നു, ആദരവ് കാണിക്കുന്നു, ദൈവത്വത്തെ ഏറ്റവും ആദരണീയമായ വശത്ത് പ്രതിഷ്ഠിക്കുന്നു. എന്നാൽ അതിലുപരി പ്രദക്ഷിണം എന്നത് ചലനത്തിലുള്ള ധ്യാനത്തിന്റെ ഒരു രൂപമാണ്. ഓരോ ചുവടുവെപ്പിലും നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു, നമ്മുടെ അഹങ്കാരം അലിഞ്ഞുചേരുന്നു, ദൈവികതയുടെ താളത്തിലേക്ക് നാം പതുക്കെ ചേരുന്നു. വൃത്താകൃതിയിലുള്ള ചലനം ദൈവത്തെ കേന്ദ്രമാക്കിയുള്ള ജീവിതചക്രത്തെയും പ്രപഞ്ചത്തെയും പ്രതിഫലിപ്പിക്കുന്നു. തുടക്കമില്ല, അവസാനമില്ല, ഒരു ശാശ്വത ബന്ധം മാത്രം. ഒരു ദേവന്റെ വിഗ്രഹത്തിന് ചുറ്റുമുള്ള ഊർജ്ജമണ്ഡലം ഏറ്റവും ശക്തമാണെന്ന് പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നു. അതിനു ചുറ്റും നടക്കുന്നതിലൂടെ നമ്മൾ ആ പോസിറ്റീവ് ഊർജ്ജം ആഗിരണം ചെയ്യുന്നു, നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നു. ആദി ശങ്കരാചാര്യ പോലുള്ള മഹാർഷിമാരും കേരളത്തിലെ സന്യാസിമാരും പോലും ക്ഷേത്ര പാരമ്പര്യങ്ങളിൽ ഈ ആചാരത്തിന് ഊന്നൽ നൽകി. ഗുരുവായൂർ, ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഭക്തിയോടെ നടക്കുന്നു. അവരുടെ ഭക്തി അവരുടെ ചുവടുകളെ നയിക്കാൻ അനുവദിക്കുന്നു. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഒരു ക്ഷേത്രത്തിനു ചുറ്റും വലയം ചെയ്യുക മാത്രമല്ല, നിങ്ങൾ പ്രപഞ്ചവുമായി യോജിക്കുകയും സ്വയം സമർപ്പിക്കുകയും ദൈവികതയിലേക്ക് അടുക്കുകയും ചെയ്യുന്നു.